ഈ അടുത്ത ദിവസം ഒരു ഇസ്ലാം ആധ്യാത്മിക പണ്ഡിതൻ പറയുകയുണ്ടായി, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ചില പരിധികളൊക്കെ വേണം എന്ന്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം കേരളത്തിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പരിധി വേണം എന്ന് പറയുന്നത്? ഏത് വിദ്യാഭ്യാസം, ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് അവർ അഭ്യസിച്ചു കൂടാത്തത്? അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ചുറ്റുവട്ടത്തിൽ ഇരുന്നവർക്കൊക്കെ തന്നെ കാര്യം മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാകും ആരും അങ്ങോട്ട് അത് പോകട്ടെ, അതേപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പൊ സുനിത വില്യംസ് എവിടെയാണ്? സുനിത വില്യംസ് ശൂന്യാകാശത്ത് നടക്കുകയാണ് ഇപ്പോൾ. എപ്പോൾ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരും എന്ന ഒരു സംശയമുണ്ട്. അതിപ്പോ സുനിത വില്യംസ് അല്ല, സ്ഥാനത്ത് മിസ്റ്റർ വില്യംസ് ആണെങ്കിൽ പോലും മാറ്റമൊന്നുമില്ല. അവിടെ പെട്ടത് തന്നെ. പിന്നെ അവർ തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ആലോചിക്കും. അവരുടെ ബുദ്ധികൂർമ്മത കൊണ്ട് തന്നെ, അവരുടെ മാത്രമല്ല, ഇവിടെ നിന്ന് അവരെ അങ്ങോട്ട് തയ്യാറാക്കി അയച്ചവരുടെ ബുദ്ധികൂർമ്മതയും എല്ലാം കൂടി ചേരുമ്പോൾ അവർ സുരക്ഷിതരായിട്ട് ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഒരു നല്ല പീഡിയാട്രീഷ്യനോട് ചോദിക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ആയുർവേദ ബിഷഗ്വരനോടോ ഏത് തരത്തിൽപ്പെട്ടവരാണെങ്കിൽ ചോദിക്കൂ, ഒരേ സാഹചര്യം നൽകിയാൽ ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞിനാണ് ആൺകുഞ്ഞിനേക്കാൾ സർവൈവൽ സ്ട്രാറ്റജി കൂടുതലുള്ളത്. അതാണ് നമ്മളെ ബയോളജി പഠിപ്പിക്കുന്നത്. അതായത് ഒരു കാരണവശാലും ഒരു പെൺകുട്ടി ആൺകുട്ടിയേക്കാൾ ബുദ്ധി കുറഞ്ഞതാണ് എന്ന് ഒരു സാഹചര്യത്തിലും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്ത്രീകളേക്കാൾ കൂടുതൽ മുന്നേറുന്നത് പുരുഷന്മാരായിട്ടാണ് കാണുന്നത്. കാരണം ഇതുപോലെയുള്ള പണ്ഡിതരുടെ അഭിപ്രായ പ്രകാരമാണ് ഓരോ സമൂഹങ്ങൾ അവരുടെ ആ സമൂഹത്തിൽപ്പെട്ട ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തി മുന്നോട്ട് പോകുന്നത്. അവിടെ ആണിന് ഒരു ന്യായം, പെണ്ണിന് വേറൊരു ന്യായം. പണ്ട് കേരളത്തിന്റെ തന്നെ സാഹചര്യത്തിൽ കേട്ടിട്ടില്ലേ? അതായത് ഇവിടുത്തെ നമ്പൂതിരി സമുദായത്തിലൊക്കെ നിലവിലിരുന്ന ഒരു രീതിയെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ആണിന് വെണ്ണയും പെണ്ണിന് മോരും എന്നാണ്. ആൺകുഞ്ഞിന് വെണ്ണയും പെൺകുഞ്ഞിന് മോരും. അതായത് ഭക്ഷ്യക്രമത്തിലുള്ള ആ അതായത് വ്യത്യാസം. ആൺകുഞ്ഞിനെ വെണ്ണ കൊടുത്ത് വളർത്തുമ്പോൾ പെൺകുഞ്ഞിന് മോര് മാത്രമേ കിട്ടൂ. അതനുസരിച്ച് ബുദ്ധി വികാസത്തിലും വളർച്ചയിലും ഒക്കെ മാറ്റം വരും. അപ്പം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരേ സാഹചര്യം തന്നെ കൊടുത്താൽ പെൺകുഞ്ഞിനാണ് സർവൈവൽ സ്ട്രാറ്റജി ആൺകുഞ്ഞിനേക്കാൾ കൂടുതലുള്ളത് എന്നാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഇടവന്നത്. ഇപ്പൊ നമുക്ക് 2023 സിവിൽ സർവീസ് എക്സാമിനേഷന്റെ റിസൾട്ട്സ് നോക്കുക. ആദ്യ ടോപ്പിലെ 4 റാങ്കുകളും പെൺകുട്ടികൾക്കായിരുന്നു. ഇനി നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള തമിഴ്നാട്ടിന്റെ കാര്യം എടുക്കുക. അവിടുത്തെ ചില ജില്ലകളില്, എന്തിനേറെ തമിഴ്നാട്ടിലേക്ക് പോകുന്നു, വയനാട് ജില്ലയിൽ തന്നെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പഠിച്ചു മുന്നേറുന്നത് പെൺകുട്ടികളാണ്. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന ഒരു സിറ്റുവേഷൻ ഞാനൊരു പ്രധാനപ്പെട്ട വർത്തമാന പത്രത്തില് കഴിഞ്ഞ വർഷം വായിച്ചത്, ഒരു സീരിയലായിട്ട് വന്ന ലേഖന പരമ്പര ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് പെൺകുട്ടികൾ പഠിക്കാൻ ഒട്ടും മോശക്കാരല്ലെന്ന. പക്ഷേ ഇവിടെ കേരളത്തില് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ ഒരു പഠനം, അത് 2000ങ്ങളിൽ നടത്തിയ പഠനമാണ്. ആ പഠനങ്ങളിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്തു വരുന്ന 66% കുട്ടികളും പെൺകുട്ടികളാണ്. ബാക്കി 34% മാത്രമേ ആൺകുട്ടികളുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ആൺകുട്ടികളെ മെഡിസിൻ, എഞ്ചിനീയറിംഗ് പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പണം കടം വാങ്ങിയാണെങ്കിലും അസറ്റ് വിറ്റാണെങ്കിലും പേരൻസ് അയക്കുന്നു. അതേ സമയത്ത് പെൺകുട്ടികളെ അങ്ങനെ അയക്കില്ല. തന്നെയല്ല, അവരെ കല്യാണം കഴിച്ച് അയക്കേണ്ടതല്ലേ, ഡവറി കൊടുക്കേണ്ടതല്ലേ, അങ്ങനെയൊക്കെയുള്ള ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരെ അങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അയക്കാൻ തയ്യാറാകാത്തത്.
അപ്പൊ അവരൊക്കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ചേരുന്നു. അതേ സമയത്ത് ആൺകുട്ടികൾ 64% പേരും പോകുന്നത്, 66% പോകുന്നതും ആർട്സ് പ്രൊഫഷണൽ കോഴ്സുകൾക്കായിരിക്കും. അപ്പൊ ആ ഒരു വ്യത്യാസം CDSലെ ആ പഠനം തന്നെ കാണിച്ചിട്ടുണ്ട്. അത് തന്നെ കേരളത്തിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പെൺവിവേചനം, അതായത് വിദ്യാഭ്യാസ കാര്യങ്ങൾ, ഇത് അമർത്യ സെന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ അമർത്യ സെൻ തന്നെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ ഇന്നത്തെ ഈ അടുത്ത ദിവസങ്ങളിലെ ന്യൂസ് പേപ്പറുകളിൽ നമ്മൾ കാണുകയുണ്ടായി. അമർത്യ സെൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നരേന്ദ്രമോദിക്ക് കിട്ടിയ അടി അങ്ങേയറ്റം ആഹ്ലാദകരമാണ്. അതായത് ഇന്ത്യൻ ഇക്കോണമി, ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ എടുത്ത നടപടികൾക്ക് കൊടുത്ത അടിയാണ് ഈ ഇലക്ഷന്റെ റിസൾട്ട് എന്നാണ് അദ്ദേഹം, ബഹുമാനപ്പെട്ട അമർത്യ സെൻ നോബൽ ലൊറേറ്റ് ആണ്, അദ്ദേഹം പറഞ്ഞത്. സാമ്പത്തിക ശാസ്ത്രത്തിന് ആദ്യം നോബൽ പ്രൈസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം തന്നെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ, അതിൽ കുറച്ച് ഭേദമുള്ളത് കേരളത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെ ഈ സ്ത്രീ വിവേചനം, വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് അവസരങ്ങൾ കുറച്ചു കൊടുത്ത് അവരില് മൂലധന നിക്ഷേപം, വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലുമുള്ള മൂലധന നിക്ഷേപം പെൺകുട്ടികളിൽ കുറവും ആൺകുട്ടികളിൽ കൂടുതലുമാണെന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റില് നമ്മൾ ഓർക്കണം, ഇത് ഇന്ത്യയുടെ മാത്രം കാലല്ല, ലോകത്ത് മുഴുവനും തന്നെ ഈ സ്ത്രീ വിവേചനം നിലനിൽക്കുന്നുണ്ട്, പല പരിധികളിലാണെന്ന് മാത്രം. അപ്പം UN 1980കളിൽ കൊണ്ടുവന്ന ഒരു കണക്കുണ്ട്, മുമ്പോട്ട് അവതരിപ്പിച്ച, ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ച കണക്ക്. ആ കണക്കിൽ എന്താണ് പറയുന്നത്? ലോകത്താകെ ഒരു ദിവസം ചെയ്യപ്പെടുന്ന ജോലിയുടെ 2/3 ഭാഗം ചെയ്യുന്നത് സ്ത്രീകളാണ്. പക്ഷേ അവർക്ക് കിട്ടുന്ന ഇൻകം, വരുമാനം 10% മാത്രം. അതുപോലെ ലോകത്തെ സമ്പത്തിൽ സ്ത്രീകൾക്കുള്ള അവകാശം 100-1 മാത്രം എന്നാണ് യുണൈറ്റഡ് നേഷൻ പറഞ്ഞത്. ആ യുണൈറ്റഡ് നേഷനാണ് സ്ത്രീകൾക്കുള്ള ദശകമായി 1980 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തെ സ്ത്രീകളുടെ ദശകമാക്കി മാറ്റി. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് എവിടെയും എത്താത്ത സാഹചര്യത്തിലാണ് UN വിമൻ സൃഷ്ടിക്കുന്നത്. UN വിമനിന്റെ റോള് തന്നെ, അതായത് സ്ത്രീകൾ ചെയ്യുന്ന ജോലി, അതായത് സ്ത്രീകൾ വീട്ടിൽ ചെയ്യുന്ന, കുടുംബത്തിൽ ചെയ്യുന്ന ജോലി ഒന്നും തന്നെ GDPയിൽ കണക്ക് കൂട്ടി വരുന്നില്ല. അപ്പൊ GDPയുടെ എന്താണ് ക്രിയേഷന് ഒരു വലിയ പരിധി വരെയും പുരുഷന്റെ മാത്രം കോൺട്രിബ്യൂഷനായി, സംഭാവനയായി വരികയും സ്ത്രീകൾക്ക് അതിൽ വലിയ സംഭാവന ഇല്ലാതെ വരികയും ചെയ്യും. കാരണം സ്ത്രീകളുടെ വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ് വളരെ ലോ ആണ് പുരുഷന്മാരുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ. അപ്പം UN പറഞ്ഞു, അതുകൊണ്ട് സ്ത്രീകൾ വീട്ടിൽ ചെയ്യുന്ന, അതായത് ഗാർഹികമായി ചെയ്യുന്ന ജോലികൾ അതുപോലും GDPയിൽ വരത്തക്ക രീതിയിൽ അതേപ്പറ്റി പഠനം നടത്തി, എത്ര മണിക്കൂർ ജോലി, ആ മണിക്കൂറിന് 1 മണിക്കൂർ ചെയ്യുന്ന ജോലിക്ക് എത്ര വാല്യൂ ഇടണം, ആ തരത്തിൽ അതിനെ കണക്ക് കൂട്ടി GDPയിൽ ചേർക്കണം എന്ന് വരെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഇന്ത്യയിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ആകെ എല്ലാ കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, 1996-ലാണ് വിമൻസ് റിസർവേഷൻ ബില്ല് നമ്മുടെ ലോകസഭയിൽ കൊണ്ടുവന്നത്. അന്ന് പാർലമെന്റിലെ 2 മെമ്പേഴ്സ് തന്നെയാണ് ആ ബില്ല് വലിച്ചു കീറിയാണ് സ്പീക്കറുടെ ചേംബറിലേക്ക് എറിഞ്ഞത്. അത്രയ്ക്കും, അതായത് 33% ആണ് ലോകത്തെ പോപ്പുലേഷന്റെ 50% സ്ത്രീകളായിട്ടും 33% റിസർവേഷനുള്ള ബില്ല് കൊണ്ടുവന്നതാണ് വലിച്ചു കീറി സ്പീക്കറുടെ ചേംബറിലേക്ക് എറിഞ്ഞത്. അങ്ങനെ അത് പലവട്ടം ബില്ല് കൊണ്ടുവന്നെങ്കിലും ഒന്നുകിൽ ലോകസഭയിൽ പാസ്സാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ രാജ്യസഭ എതിർക്കും. ആ തരത്തിൽ ആ ബില്ല് പാസ്സാക്കാൻ പറ്റിയില്ല. UPA 2ാം ഗവൺമെന്റ് ലോകസഭയിൽ അത് പാസ്സാക്കി. പക്ഷെ രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു, അതുകൊണ്ട് പാസ്സാക്കാൻ പറ്റിയില്ല. ഇനി NDA ഗവൺമെന്റ്, BJP ഗവൺമെന്റ് വന്നു. ആദ്യ പ്രാവശ്യം അവർ ശ്രമിച്ചില്ല. 2ാമത്തെ പ്രാവശ്യം ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ തൊട്ട് മുൻപ്, അതായത് ലോകസഭയിലും രാജ്യസഭയിലും അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു 2ാം മോദി ഗവൺമെന്റിന്. പക്ഷേ അന്നൊന്നും ഈ ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചില്ല, ഈസി ആയിട്ട് പാസ്സാകുമായിരുന്നു. അവസാനം പാസ്സാക്കാൻ ശ്രമിച്ചത് എപ്പോഴാണ്? ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ്. എന്നിട്ട് 2029 അത് നടപ്പിലാക്കാം എന്നാണ് പറഞ്ഞത്. അതിന് കുറെ ഉപാധികളും വെച്ചു. ഇതാണ് സ്ത്രീകളോടുള്ള നയം.
ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലുള്ള വിവേചനമുണ്ട്. പക്ഷെ അത് വളരെ കൂടുതലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ഇന്ത്യയില് ചില സമൂഹങ്ങൾ അവരുടെ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം കൊടുക്കില്ല. വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റം നടത്തുമ്പോഴാണ്, വിദ്യ അഭ്യസിച്ച് ബുദ്ധി വികസിച്ച് യുക്തിസഹമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് സ്ത്രീക്ക് തോന്നുക എന്റെ വ്യക്തിത്വം അത് വളരെ വ്യതിരിക്തമായ വ്യക്തിത്വമാണ് മറ്റുള്ളവരുടേതിൽ നിന്ന്, അത് വളർത്തിയെടുക്കണം, അതിന്റെ സ്വത്വത്തിൽ വളർത്തി വലുതാക്കണം എന്ന് തോന്നുക വിദ്യ കൊണ്ട് വികസിക്കുമ്പോഴാണ്. പക്ഷെ അതിന് വിദ്യാഭ്യാസത്തിന് വിടണമല്ലോ പെൺകുട്ടികളെ. അങ്ങനെ ഇന്ത്യയിൽ നിഷേധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് UPA ഗവൺമെന്റ് കാലത്ത് തന്നെ പെൺകുട്ടികളെ പിന്നെ പഠിപ്പിക്കുക, പെൺകുട്ടികളെ വളർത്തുക, പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്ന രീതിയിൽ ഒരു സ്കീം കൊണ്ടുവന്നു. അതേ സ്കീമിൽ തന്നെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നും പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്നത്. ആ സ്കീമൊക്കെ നിലവിലുണ്ട്. എന്തായാലും നമ്മളിപ്പോ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തില് ഈ വിവേചനം ഒരുപാട് കുറഞ്ഞു വരുന്നു. അതായത് ഓൾ ഇന്ത്യ തലത്തിലും അമർത്യ സെനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കുറവ് സ്ത്രീ വിവേചനമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകിച്ചും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ബഹുമാനപ്പെട്ട മതപണ്ഡിതൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഒരു അനുഭവം, പെരിന്തൽമണ്ണയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പെരിന്തൽമണ്ണയിലെ ജസ്റ്റിസ് ഫോർ വിമൻ ഫോറം എന്നെ ഈ കഴിഞ്ഞ മാർച്ച് 8-ാം തീയതി, അന്ന് വിമൻസ് റൈറ്റ്സ് ഡേ, സ്ത്രീ എന്താ പറയുക അവകാശ ദിനം, ശാക്തീകരണ ദിനമാണ് മാർച്ച് 8. അങ്ങനെ മാർച്ച് 8-ന് എന്നെ അങ്ങോട്ട് ഈ ഫോറം ഒരു മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചു. ഞാൻ പെരിന്തൽമണ്ണയിലെത്തി. ഞാൻ ഏത് സ്ഥലം എന്ന് പറയും, പെരിന്തൽമണ്ണയിൽ ആ ഒരു വലിയ ഒരു മീറ്റിംഗ് ഹാള്, അത് നിറച്ച് വനിതകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 2 മണിക്കൂറോളം തന്നെ നീണ്ടു എൻ്റെ പ്രസംഗം തന്നെ. അതിനുശേഷം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ പ്രസംഗിച്ച് ഞാൻ ബോറടിക്കുന്നില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആ വനിതകൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ടീച്ചർ ഇനിയും എത്ര നേരം സംസാരിച്ചാലും ഞങ്ങൾ കേട്ടിരിക്കാമെന്നാണ്. സന്തോഷത്തോടെ ഞങ്ങൾ വളരെ ഉത്സാഹത്തോടെ കേട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരെണ്ണത്തിന്റെ കണ്ണിൽ പോലും ഉറക്കമില്ലാതെ അവർ സ്നേഹത്തോടു കൂടി അത് ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷൻ സമയത്ത് എത്ര ശക്തമായ ആർഗ്യുമെന്റ്സ് ആണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഒരു പുളക ചാർത്ത് എന്ന് പറയാതെ നിവൃത്തിയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ഏറ്റവും ശാക്തീകരിക്കപ്പെട്ട വനിതകളുള്ള ഒരു നാടാണ് പെരിന്തൽമണ്ണ അല്ലെങ്കിൽ മലപ്പുറം ജില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, അവർക്ക് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചും കൂടി ഒരു തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നേറാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതിനേക്കാളും എത്രയോ വലിയ ദൂരങ്ങൾ താണ്ടുമായിരുന്നു, വലിയ ഉയരങ്ങൾ താണ്ടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അവരോടുള്ള ആ സ്നേഹവായ്പും ആദരവും ഒക്കെ ഞാൻ പോയ പലയിടത്തും പല സദസ്സുകളിലും ഈ എൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അനുഭവം അദ്ദേഹം ഈ മതപണ്ഡിതൻ ഓർക്കേണ്ടത്, അതായത് ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ടോ അവര് സ്വന്തം വ്യക്തിത്വം വളർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടോ കുടുംബത്തിന് ഒരു ദോഷവും ഉണ്ടാക്കുകയില്ല. അതിന് തെളിവായിട്ട് ഞാൻ ഗാരി എസ് ബെക്കർ എന്ന സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ മാന്യദേഹം, അദ്ദേഹം അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് 1991 എക്കണോമിക്സിനുള്ള നൊബേൽ പ്രൈസ് കിട്ടുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആ സാമ്പത്തിക മേഖലയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ? ഈ നോബൽ പ്രൈസിലേക്ക് അദ്ദേഹത്തെ നയിച്ച കോൺട്രിബ്യൂഷൻ എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി, അതായത് കുടുംബത്തെ പറ്റിയുള്ള പഠനം. ആ കുടുംബത്തെ പറ്റിയുള്ള പഠനത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? ഒരു കുടുംബം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ചേർന്ന് തുടങ്ങുന്ന ഒരു ചെറു സംരംഭമാണ്. എന്താണ് ആ സംരംഭത്തിന്റെ ലക്ഷ്യം? ആ സംരംഭത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉൽപ്പന്നമാണ്. ഏത് സംരംഭത്തിന്റെയും ലക്ഷ്യം ഉൽപ്പന്നം, ഏറ്റവും ഉത്തമമായ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച്
എല്ലാവർക്കും കൊടുക്കുക, എല്ലാവരുടെയും പ്രീതി സംഭവിക്കുക, ഇതാണ്. അപ്പൊ ഈ കുടുംബം എന്ന ആ ചെറിയ സംരംഭത്തിന് ഉൽപ്പന്നമുണ്ട്, കുഞ്ഞുങ്ങളാണ് ഉൽപ്പന്നങ്ങൾ. അപ്പൊ ആ കുഞ്ഞുങ്ങളെ ഏറ്റവും ഉത്തമ പൗരന്മാരാക്കി വളർത്തിയെടുക്കുക, അതാണ് ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും ചുമതല. അപ്പൊ ബെക്കർ അവിടെ സ്ത്രീകളെ അതിശ്രേഷ്ഠരായിട്ട്, അതായത് ചിന്താവിഷ്ടയായ സീതയിലെ മഹാകവി കുമാരനാശാൻ സീതയെ എത്ര ഉത്കൃഷ്ടവതിയായിട്ട് ചിത്രീകരിക്കുന്നു, അത്രയും ഉത്കൃഷ്ടവതിയായിട്ടാണ് സ്ത്രീകളെ ഒരു കുടുംബത്തിൽ ഈ ഗാരിയസ് ബെക്കർ ചിത്രീകരിക്കുന്നത്. അതായത് അവൾ ഗർഭിണിയാകുന്നത്, ആ ഗർഭം 10 മാസം ആ ഗർഭത്തിലെ കുഞ്ഞിനെയുമായിട്ട് എല്ലാ മാറ്റങ്ങളും, ശാരീരികമായ മാറ്റങ്ങളും മാനസികമായ മാറ്റങ്ങളും ഉണ്ടാകുമ്പോഴും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത്, പ്രസവം കഴിഞ്ഞ ആ കുഞ്ഞിനെ ഒരു 5 വയസ്സുവരെ വളർത്തിയെടുക്കുന്നതിന് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറയാം, ഭൂമിയോളം ക്ഷമ, എൻഡ്യൂറൻസ് അത് സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. ആ എൻഡ്യൂറൻസ് മുഴുവൻ കാണിച്ചാണ് ആ കുഞ്ഞിനെ ഒരു 5 വയസ്സ് വരെ വളർത്തിയെടുക്കുന്നത്. അപ്പോഴൊക്കെ അച്ഛൻ വളരെ പാസീവായിട്ടുള്ള റോളേ ഉള്ളൂ. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന സ്ത്രീകൾ അതുകൊണ്ടാണ് അവർക്ക് പ്രകൃതി ഗർഭപാത്രം കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇംഗ്ലണ്ടിലെ ഡോളി പോളി അങ്ങനെ ഉള്ള മനുഷ്യൻ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചിട്ട് ഇപ്പൊ എവിടെ പോയി? അതിന്റെ പുനർസൃഷ്ടി നടക്കുന്നില്ലല്ലോ. അപ്പൊ അതിൽ കുഴപ്പമുണ്ട്. അത് നോർമലെ പ്രകൃത്യാ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പോലെ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് അവിടെ നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് ഇതാണ്. എന്തുകൊണ്ടാണ് ഈ നോബൽ കമ്മിറ്റി ഈ പർട്ടിക്കുലർ പുസ്തകത്തിന്റെ പേരിൽ നോബൽ പ്രൈസ് ഗാരിയസ് ബെക്കറിന് കൊടുത്തത്? അവർക്കറിയാം ഉത്തമ പൗരന്മാരെ വളർത്തിയെടുക്കാൻ അച്ഛനും അമ്മയും ഒന്നിച്ചു നിന്ന് കഷ്ടപ്പെടണം. അതിൽ തന്നെ അമ്മയുടെ റോളാണ് പരമപ്രധാനമായ റോള്. ആ റോൾ നിർവഹിക്കുന്നതിൽ സ്ത്രീ ഒരിക്കലും താല്പര്യക്കേട് കാണിക്കാറില്ല. അതായത് നല്ല രീതിയിൽ വിദ്യ അഭ്യസിച്ച് നല്ല രീതിയിൽ ബുദ്ധി വികസിച്ചു വരുന്ന പെൺകുട്ടികൾ ഒരിക്കലും തൻ്റെ കുഞ്ഞിനോട് വിവേചനം കാണിക്കില്ല. തൻ്റെ കുഞ്ഞിന്റെ ജീവിതത്തിന് വളർച്ചയ്ക്ക് വേണ്ടി, സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി, ആ കുഞ്ഞിനെ ഒരു ഏറ്റവും ഉത്തമ പൗരിയാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കാതിരിക്കില്ല. അങ്ങനെ ശ്രമിക്കുന്ന സ്ത്രീകളെ, എൻ്റെ മഹാപണ്ഡിതന്മാരെ, നിങ്ങൾ മതപണ്ഡിതന്മാരാകാം, പക്ഷെ അവരെ പഠിക്കാൻ അനുവദിക്കൂ, അവരുടെ വ്യക്തിത്വം വളരാൻ അനുവദിക്കൂ. അവരുടെ വ്യക്തിത്വം വളരുന്നത് കൊണ്ട് മറ്റാരുടെയും വ്യക്തിത്വം ഹനിക്കപ്പെടുകയില്ല. ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത്. എൻ്റെ സമൂഹത്തോടും എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇതാണ്. ഗാരിയസ് ബെക്കറിന് നോബൽ പ്രൈസ് കൊടുത്ത നോബൽ കമ്മിറ്റിക്കും എൻ്റെ സ്തുതി. എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാം ലോകം ഇങ്ങനെയെങ്കിലും മുൻപോട്ട് പോകണമെങ്കിൽ ഉത്തമ കുടുംബങ്ങളും ഉത്തമ പൗരന്മാരും ഉണ്ടായേ പറ്റൂ എന്ന്. അതുകൊണ്ടാണ് ഒരു എന്താ പറയുക, ഒരു സൂചനയായിട്ടാണ് അവര് ആ നോബൽ കമ്മിറ്റി അദ്ദേഹത്തിന്, ഗാരിയസ് ബെക്കറിന് ട്രീറ്റീസ് ഓൺ ദ ഫാമിലി എന്ന ബുക്കിന് അവാർഡ് കൊടുത്തത്. അപ്പൊ ആരും തെറ്റിദ്ധരിക്കരുത്, പഠിച്ചത് കൊണ്ട് മാത്രം കുടുംബം ഛിദ്രമായി പോകുമെന്ന്. പഠിച്ചത് കൊണ്ട് മാത്രം കുടുംബം ഒരു തരത്തിലും അനാരോഗ്യകരമായ പ്രവണതകൾ കുടുംബത്തുണ്ടാവുകയില്ല. അങ്ങനെ നല്ല കുടുംബങ്ങൾ, ശക്തങ്ങളായ കുടുംബങ്ങൾ, നല്ല പൗരന്മാർ ഒക്കെ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ വിദ്യാഭ്യാസം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവകാശപ്പെട്ടതാകണം, ഒരുപോലെ പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യണം.